ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഞായറാഴ്ചയോടുകൂടി വരുന്ന അമാവാസ തിഥി. നാളെ മുഴുവനായിട്ടും അമാവാസ തിഥിയുണ്ട്. ഈ അമാവാസ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, തുലാമാസത്തിലെ കറുത്ത വാവ് എന്നിവയെപ്പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ മഹാളയ അമാവാസ എന്ന് പറയുന്നത്. 15 ദിവസമാണ് ഈ ഒരു അമാവാസ തിഥിയുടെ സമയം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ദിവസമാണ് നാളെ. നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഓരോ അടി ഉയർച്ചയിലേക്കും നമ്മളെ കൊണ്ട് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പിതൃക്കൾ നമുക്കെല്ലാവർക്കും കണ്ണിന് അറിഞ്ഞും അറിയാതെയും ഇതിലെല്ലാം പലരും പറയും വിശ്വസിക്കുന്നില്ല എന്നെല്ലാം. എങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അത് തിരിച്ചറിയുവാൻ സാധിക്കും പിതൃദോഷമാണ് എന്നുള്ള കാര്യം. പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഏത് കാര്യങ്ങളെയും നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ വരും തലമുറകൾക്ക് പോലും നമ്മുടെ മൺമറഞ്ഞു പോയവരുടെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ തിഥി കൊടുക്കുന്നുണ്ട്, ശരി തന്നെയാണ്, പൂജകൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ അവരെ ഓർത്ത് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതുപോലെ വരുന്ന അമാവാസ തിഥികളിൽ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ താന്ത്രികങ്ങളുണ്ട്. അതെല്ലാം ചെയ്താൽ അവർ ആത്മാവിന് ശാന്തിയോടുകൂടി തിരികെ അവരുടെ ലോകത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. നാളെ പ്രധാനമായും നമ്മുടെ മൺമറഞ്ഞു പോയവർ, നമുക്ക് ആരെയെല്ലാമാണോ ഓർമ്മയിലുള്ളത് അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആദ്യം രാവിലെ ഭക്ഷണം വെക്കുന്ന സമയത്ത് കുളിച്ചിട്ട് ഭക്ഷണം വെക്കുക. അതിനുശേഷം കുറച്ച് കറുത്ത എള്ള് ആ ഭക്ഷണത്തിൽ ഒരു ഉരുളയാക്കി നമ്മൾ ഒരു ഇലയിട്ട് ആ ഇലയിൽ വെള്ളം തെളിച്ച് അതിൽ വെക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം പല കർമ്മ പാപ ഫലങ്ങളും ഇല്ലാതായിത്തീരും. ഇനി നിങ്ങൾ തിഥി തർപ്പണമെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാം. മാത്രമല്ല നാളെ ഏറ്റവും മഹത്തായ ഒരു ദിവസം കൂടി ആയതിനാൽ അന്നം ദാനം ചെയ്യാം. നമ്മൾ ഒരു 10 പേർക്ക് അന്നദാനം ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഈ 10 പേരിൽ ആരെങ്കിലും ഒരാളായിട്ട് നമ്മുടെ മൺമറഞ്ഞു പോയവർ നമ്മളുടെ കയ്യിൽ നിന്നും ആ അന്നദാനം സ്വീകരിക്കുന്നതായിട്ടാണ് സങ്കല്പം. അതുകൊണ്ട് നമുക്ക് പോലെ നമുക്ക് മറ്റുള്ളവർക്ക് അന്നം ദാനം ചെയ്യാവുന്നതാണ്. അതും നാളെ. മാത്രമല്ല മഹാളയ അമാവാസ തിഥി മാത്രമല്ല, നാളെ സൂര്യഗ്രഹണം കൂടിയാണ്. പക്ഷെ അത് നമുക്ക് ഇന്ത്യയിൽ വിസിബിൾ അല്ല. എങ്കിലും നമ്മൾ അതൊരു സൂര്യഗ്രഹണമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കൂടാതെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യ ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും ഉചിതമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഈ ഒരു ദിവസത്തിൽ നമ്മൾ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹത്തിനു വേണ്ടി, കുലദൈവ അനുഗ്രഹത്തിനു വേണ്ടി, ഇഷ്ടദൈവ അനുഗ്രഹത്തിനു വേണ്ടി ഇങ്ങനെ ഒരുപാട് വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നാളെ മുഴുവനായും അമാവാസ തിഥിയുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ രാവിലെ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വശം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ദീപം തെളിയിക്കാം, ഉപ്പ് കിഴി നമ്മുടെ വീടിൻ്റെ വാതിലിന് മുന്നിൽ തൂക്കിയിടാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ താന്ത്രികങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. നാരങ്ങ നമ്മുടെ വീടിൻ്റെ ഇരുവശത്തും മഞ്ഞളും കുങ്കുമം തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇതെല്ലാം തന്നെ നമ്മുടെ കുലദൈവാനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ ഇഷ്ടദൈവാനുഗ്രഹത്തിന് വേണ്ടിയും നമ്മൾ ചെയ്യാവുന്നതാണ്. ഇനി ചിലർ പറയും, എനിക്ക് പൂജകൾ ചെയ്യാൻ സമയമില്ല, ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ട്, ഞങ്ങൾ വേറെ പുറത്ത് പോവുകയാണ് എന്നെല്ലാം പറയുന്നവർ നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞ ഉടൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് നാളെ നമ്മൾ മുഴുവനായിട്ടുള്ള ഗോതമ്പ് നമുക്ക് 1 സ്പൂൺ അളവിന് ആവശ്യമാണ്. ഗോതമ്പ് സൂര്യഭഗവാന് അനുയോജ്യമായ ധാന്യമാണ്. അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് മുഴുവനായിട്ടും എടുക്കാം. ഇനി അത് ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താന്ത്രികം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആ ഗോതമ്പ് നമ്മൾ 1 സ്പൂൺ അളവിന് എടുത്ത് നമ്മുടെ വലത് ഉള്ളം കയ്യിലിടുക. കുളിച്ചതിനു ശേഷമായിരിക്കണം ചെയ്യേണ്ടത്. വലത് ഉള്ളം കയ്യിലിട്ട് ഇടത് കൈ കൊണ്ട് ആ കൈയിനെ അടച്ചു പിടിച്ച് നമ്മുടെ വയറിൻ്റെ സ്ഥാനത്ത് ഈ കൈ വെച്ചതിനു ശേഷം നമ്മൾ വീടിന് പുറത്ത് പോയി സൂര്യ ഭഗവാനെ നോക്കിക്കൊണ്ട് 27 പ്രാവശ്യം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ വരി മന്ത്രം നമ്മൾ ചൊല്ലേണ്ടതാണ്.
ഓം ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുലദൈവത്തിൻ്റെ പേര്, നിങ്ങളുടെ കുലദൈവത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ആ കുലദൈവത്തിൻ്റെ പേര് അവിടെ പറഞ്ഞുകൊണ്ട് നമ എന്ന് പറയാവുന്നതാണ്. ഉദാഹരണത്തിന് എനിക്ക് കുലദൈവം എൻ്റെ മുരുക ഭഗവാനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഓം ശ്രീ മുരുക ഭഗവാനേ നമ, ഓം ശ്രീ മുരുക ഭഗവാനേ നമ എന്നുള്ള മന്ത്രമാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആരാണോ കുലദൈവം അത് നിങ്ങൾ കമൻറ്റും ചെയ്യുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുലദൈവങ്ങളായിരിക്കും. അതുപോലെ ഇനി കുലദൈവത്തെ അറിയില്ല എന്ന് പറയുന്നവർ ഒന്നും ചെയ്യേണ്ട. ഓം ആദിത്യായ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൈകളിൽ വച്ചിരിക്കുന്ന ആ ഗോതമ്പ് 27 പ്രാവശ്യം നമ്മൾ ആരാണോ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവരുടെ തല ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിനു ശേഷം ഈ കയ്യിൽ വച്ചിരിക്കുന്ന ഗോതമ്പ് വീടിൻ്റെ വടക്ക് ഭാഗത്ത്, അതായത് വീടിന് പുറത്ത് ഏത് സൈഡെങ്കിലും വടക്ക് ദിശയിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരു ഉരുള ഭക്ഷണം കാക്കയ്ക്ക് നമുക്ക് കറുത്ത എള്ള് കലർത്തി വെക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ കർമ്മപാപഫലങ്ങളും ഇല്ലാതായിത്തീരും. ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടും. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുലദേവത അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഏത് ദൈവത്തെയാണോ ഇഷ്ട ദൈവമായി സ്വീകരിച്ച് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ പരിപൂർണ അനുഗ്രഹം നമ്മളോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും. ഇത് മാത്രം നാളെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായും ജീവിതത്തിൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങളും താന്ത്രികങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് എളിയ രീതിയിൽ ചെയ്യാവുന്ന വഴിപാട് രീതികളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഞാൻ നമ്മുടെ ഈ വീഡിയോകളിലൂടെ എല്ലാം പറഞ്ഞു വരുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കാതെ നമുക്ക് വിജയം നേടാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ നമ്മൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. ഞാൻ ഈ ചെയ്തതിൽ ഏതെങ്കിലും ഒരു താന്ത്രിക െങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചുറ്റുമുള്ളവർക്കും സന്തോഷം തരുന്ന ഓരോ വാക്കുകളും അനുഭവങ്ങളുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നാളെ മറക്കാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. നമ്മുടെ കുലദൈവത്തിൻ്റെ പേരോടുകൂടി ഓം ശ്രീം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. പണത്തിൻ്റെ അധിപതിയാണ് മഹാലക്ഷ്മി ദേവി. ഐശ്വര്യം സമ്പത്ത് പ്രദാനം ചെയ്യുവാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ നാളെ ഈ ചൊല്ലുന്ന മന്ത്രത്തിലൂടെ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.